അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത പാഠം അസ്ദിഖാഇ എന്നതാണ്. നിങ്ങൾക്കറിയാലോ എന്താ അസ്ദിഖാ എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? അതെ, സ്വദീഖിൻ്റെ ജംആണെന്ത്? അസ്ദിഖാ അല്ലേ? അപ്പം അസ്ദിഖാ എന്ന വാക്ക് ജംആണ്. അപ്പം അതിൻ്റെ മുഫ്രദ് സ്വദീഖ് എന്നാണ്. അപ്പം അസ്ദിഖാഇ എന്നുണ്ടാകുമ്പോൾ എൻ്റെ കൂട്ടുകാർ, എൻ്റെ സഹപാഠികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ശ്രദ്ധിക്കും. ലി അർബഅത്തു അസ്ദിഖാ ഹസനുൻ വ ഖാസിമുൻ വ ഉമറുൻ വ മുഹമ്മദുൻ. അമ്മാ ഹസനുൻ ഫവലദുൻ മുഹദ്ദബുൻ ഹലീമുൻ ലാ യക്ദിബു വലാ യഗ്ലിബു ഉഹിബ്ബുഹു ലിഅദബിഹി വഹിൽമിഹി. ലി എനിക്കുണ്ട് അർബഅത്തു അസ്ദിഖാ 4 സുഹൃത്തുക്കളുണ്ട്. അസ്ദിഖാ നേരത്തെ നമ്മൾ പറഞ്ഞ മുഫ്രദാക്കി 4 സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഹസൻ, ഒരാൾ ഹസനാണ്. വ ഖാസിമുൻ, രണ്ടാമത്തെ ആൾ ഖാസിമാണ്. 3 ഉമറുൻ, ഉമറാണ്. 4 മുഹമ്മദുൻ, മുഹമ്മദാണ്. പിന്നെ ഈ പേരുകളിലുള്ള 4 കൂട്ടുകാരെനിക്ക് ഉണ്ട്. അമ്മ ഹസൻ, അപ്പോൾ ഹസൻ ഉണ്ടല്ലോ, ആ ഹസന് ഫവലദുൻ മുഹദ്ദബുൻ ഹലീമുൻ. ഫവലദുൻ, അവനൊരു കുട്ടിയാണ്. മുഹദ്ദബുൻ, നല്ല സംസ്കാരമുള്ള കുട്ടിയാണ്. ഹദ്ദബ യുഹദ്ദിബു, അതിൻ്റെ ഇസ്മ ഫായിൽ, ഇസ്മ മഫ്ഊൽ. മുഹദ്ദബ്, സംസ്കാരമുള്ളവൻ. മുഹദ്ദിബ് എന്ന് വെച്ചാൽ സംസ്കാരമുള്ളവനായി. ഹലീമുൻ, നല്ല ക്ഷമയുള്ളവൻ എന്നാ. ഹലീം, സഹിക്കുക, സഹനമുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ലാ യക്ദിബു, അവനൊരിക്കലും നുണ പറയില്ല. നമ്മൾ അല്ലേ ഉസ്താദ് പഠിച്ചു വെച്ചാൽ ആ ഉസ്താദ് ഇവിടെ കിതാബ് തന്നെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. നമ്മളെന്ത് പറയും? ഇവിടെ ഞാൻ എന്ന് പറയും. എല്ലാവരും എഴുതിയോ? ആ ഉസ്താദ് നോട്ട് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഹസൻ അങ്ങനല്ല കേട്ടോ. ലാ യക്ദിബു, അവനൊരിക്കലും എന്താവില്ല, കളവ് പറയൂല. വലാ യഗ്ലിബു, അവൻ ദേഷ്യവും പിടിക്കൂല. അതാണ് ആ 2 മുഹദ്ദിബിൻ്റെയും ഹലീമിൻ്റെയും വിശദീകരണമാണ് ഇപ്പം അത്. സംസ്കാരമുള്ളവൻ എന്ന് പറഞ്ഞല്ലോ, അതിനാണ് എന്ത് പറഞ്ഞത്? ലാ യക്ദിബു എന്ന് പറഞ്ഞത്. സംസ്കാരം എങ്ങനെയാണ്? എന്താണ് സംസ്കാരം? എന്താ? ഒരിക്കലും നുണ പറയില്ല, അതന്നെ എൻ്റെ സംസ്കാരം. പിന്നെന്താ? നല്ല സഹനമുള്ളവനാണെന്ന് പറഞ്ഞില്ല. എന്താ അതിൻ്റെ അർത്ഥം? ലാ യഗ്ലിബു, ദേഷ്യം പിടിക്കൂലെന്ന്. ഉഹിബ്ബുഹു, അതുകൊണ്ട് തന്നെ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. ഹു, ആ ഹസനിനെ. ലി അദബിഹി, അവൻ്റെ മര്യാദ കാരണത്താൽ. ലി അദബിഹി, അവൻ്റെ മര്യാദയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ അത്രമാത്രം നല്ല അദബുണ്ട്, അച്ചടക്കമുണ്ട് കുട്ടി, നല്ല മര്യാദയുള്ള കുട്ടിയാണ്. വഹിൽമിഹി, അവൻ്റെ സഹനത്തിന് വേണ്ടിയും അവൻ്റെ ക്ഷമക്ക് വേണ്ടിയും ഞാൻ അവനെ ഇഷ്ടപ്പെടുകയാണ്. അദബ്, അദബും ജമ്മ് ആദാബ് കേട്ടോ. അദബിൻ്റെ ജമ്മാണ് ആദാബ്. മാത്രമല്ല വഹുവ, ഈ ഹസൻ എന്ന് പറഞ്ഞ ഈ കുട്ടി, റഫീഖി, അവൻ എൻ്റെ കൂട്ടുകാരനാണ്. അതാ അപ്പോൾ സ്വദീഖിൻ്റെ മുത്തറാദിഫാണ് ഏത്? റഫീഖ്. അതേ അർത്ഥം, ഒരേ അർത്ഥത്തിലുള്ള വാക്കുകൾ റഫീഖി. അപ്പോൾ റഫീഖിൻ്റെ ജംഅ് റുഫഖാ. റഫീഖിൻ്റെ ജംഅ് റുഫഖാ, എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ വഹുവ, ഈ ഹസൻ റഫീഖി, എൻ്റെ സുഹൃത്താണ്. ഫിൽ മദ്രസത്തി, മദ്രസയിലും അവൻ എൻ്റെ കൂട്ടുകാരനാണ്. മാത്രമല്ല വ ജാരി, എൻ്റെ അയൽവാസിയുമാണ്. ജാർ, ജാർ എന്ന് പറഞ്ഞാൽ അയൽവാസി. ജാറുൻ ജംഅ് ജീറാൻ, ജാർ എന്ന വാക്കിൻ്റെ ജംഅ് ജീറാൻ എന്നാണ്. വ ജാരി, അവൻ എൻ്റെ അയൽവാസിയുമാണ്. ഫിൽ ഹയ്യി, ഞങ്ങളുടെ തെരുവിൽ. ഞങ്ങൾ ഒരേ തെരുവിലാണ് താമസിക്കുന്നത്, ഒരേ സ്ട്രീറ്റ് അല്ലെ, ഇംഗ്ലീഷിൽ സ്ട്രീറ്റ് എന്ന് പറയും. ഹയ്യിൻ ജമ്മ് അഹ്യ എന്നാണ്. ഹയ്യിൻ്റെ ജമ്മ് അഹ്യ. അപ്പം ഞങ്ങളുടെ തെരുവിൽ അവൻ്റെ എന്നാണ് അയൽവാസിയുമാണ്. മാത്രമല്ല വ സ്വദീഖി, അവൻ്റെ കൂട്ടുകാരനാണ്. മുൻദു 4 സിനീൻ, കഴിഞ്ഞ 4 വർഷമായിട്ട് അവൻ എൻ്റെ കൂട്ടുകാരനാണ്, ഉറ്റ മിത്രവുമാണ്. വഹുവ, ഈ ഹസനുണ്ടല്ലോ, അവൻ യസ്കുനു, അവൻ താമസിക്കുന്നു. ഫി ഹയ്യിന, ഞങ്ങളുടെ തെരുവിലാണ്, ഞങ്ങളുടെ സ്ട്രീറ്റിലാണ് അവൻ താമസിക്കുന്നത്. മിൻ സിനീന, വർഷങ്ങളായിട്ട്. മിൻ സിനീൻ, സന്നത്തിൻ്റെ ജമ്മാണെന്ത്? സിനീൻ. വർഷങ്ങളായിട്ട് അവൻ ഞങ്ങളുടെ തെരുവിലാണ് താമസിക്കുന്നത്. ഒബൈത്തുഹു, അവൻ്റെ വീടും
ഖരീബും മിൻ ബൈത്തി, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അവൻ്റെ വീടുള്ളത്. വലൈസ ബൈന ബുയൂത്തിന ഞങ്ങളുടെ വീടിനിടയിലില്ല. എൻ്റെയും അവൻ്റെയും വീട് അടുത്തടുത്താന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെയും അവൻ്റെയും വീടിൻ്റെ ഇടയിലില്ല ഇല്ല ബൈത്തും വാഹിദുൻ, ഒരൊറ്റ വീടല്ലാതെ. അപ്പോൾ എൻ്റെ വീടും അവൻ്റെ വീടും അതിനിടയിൽ വേറൊറ്റ വീടിനുള്ളൂ. അത്രയും അടുത്താണ് ഞങ്ങളുടെ വീട് നടത്തും. വലം യതഖാസം ഫി ഹാദിഹിൽ മുദ്ദത്തി മഅന്നാ നസ്കുനു ഫി ഹയ്യിൻ വാഹിദിൻ. വലം യതഖാസം ഞങ്ങൾ പരസ്പരം തർക്കിച്ചിട്ടില്ല. തഖാസും പറഞ്ഞാൽ പരസ്പരം തർക്കിക്കുക, കച്ചറ കൂടുക എന്നൊക്കെ അർത്ഥം. വലം യതഖാസം ഞങ്ങൾ പരസ്പരം തർക്കിച്ചിട്ടില്ല. ഫി ഹാദിഹിൽ മുദ്ദത്തി ഇത്രയും ഈ കാലത്തിനിടയിൽ, ഫി ഹാദിഹിൽ മുദ്ദത്തി ഇത്രയും ഈ കൊല്ലത്തിനിടയിൽ, എതിർകൂടെ അന്നാ നിശ്ചയം ഞങ്ങളാണ് എന്നതോടൊപ്പം നസ്കുനു ഞങ്ങൾ താമസിക്കുന്നു ഫി ഹയ്യിൻ വാഹിദിൻ ഒരേ തെരുവിൽ ഒരേ സ്ട്രീറ്റിൽ ഞങ്ങൾ താമസിക്കുന്നു എന്നിട്ടും അതുപോലെ തന്നെ വനഖറഉ ഞങ്ങൾ പഠിക്കുന്നു ഫി സഫിൻ വാഹിദിൻ ഒരേ ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുന്നു, ഞങ്ങൾ ഒരേ തെരുവിൽ താമസിക്കുന്നു. എന്നിട്ടും ഇത്രയും കാലമായിട്ട് ഞങ്ങൾ പരസ്പരം ഒരു കച്ചറ പോലും ഉണ്ടായിട്ടില്ല, ഒരു തർക്കം പോലും ഉണ്ടായിട്ടില്ല. വനദ്ഹബു ഞങ്ങൾ പോവും ജമിയാൻ ഒരുമിച്ച് ഞങ്ങൾ പോവും ഇലൽ മദ്രസയിലേക്ക്. വനർജിയോ ഞങ്ങൾ മടങ്ങി വരും ജമിയാൻ ഒരുമിച്ച്. ജമിയാൻ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നർത്ഥം. ഇവിടെ എന്താ വെച്ചാൽ മതി, ഒരുമിച്ച് എന്നർത്ഥം വെച്ചാൽ കേട്ടോ. വനദ്ഹബു ഞങ്ങൾ പോകും ജമിയാൻ ഒരുമിച്ച് പോകും ഇലൽ മദ്രസയിലേക്ക് സ്കൂളിലേക്ക്. വനർജിയോ ഞങ്ങൾ മടങ്ങി വരികയും ചെയ്യും ജമിയാൻ ഒരുമിച്ച് തന്നെ. എന്നിട്ട് ഞങ്ങൾ എന്തില്ല ഒരു കച്ചറയും വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. അക്കത്തഹാസമ നിശ്ചയം പരസ്പരം തിരക്ക് കൂടിയിട്ടുണ്ട്, കച്ചറ കൂടിയിട്ടുണ്ട്, തർക്കിച്ചിട്ടുണ്ട്. കസീറുമിനൽ അസ്തിക്കായി ഒരുപാട് കൂട്ടുകാർ, ഞങ്ങളങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കൂട്ടുകാർ, ഒരുപാട് സുഹൃത്തുക്കൾ പരസ്പരം ദിവസവും കച്ചറയാണില്ലേ. പക്ഷെ ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കാണുന്നു കുല്ലയോമിൻ എല്ലാ ദിവസവും ബഅദൽ ഔലാദി ചില കുട്ടികളെങ്കിലും യതഖാസമൂന അവർ പരസ്പരം കച്ചറ കൂടുന്നതായിട്ട് പരസ്പരം തർക്കിക്കുന്നതായിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും കാണാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ചാണ് പോവുക, ഒരുമിച്ചാണ് വരിക, ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഒരേ തെരുവിലാണ് താമസിക്കുന്നത്. എന്നിട്ടും ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഒരു പ്രശ്നമോ ഒരു വിഷയങ്ങളോ ഒരു കച്ചറ ഒന്നും ഉണ്ടായിട്ടില്ല. വയുഹിബ്ബു അബി വ ഉമ്മി ഹസന വയുഹിബ്ബു ഇഷ്ടപ്പെടുന്നു അബി എൻ്റെ വാപ്പയും വ ഉമ്മി എൻ്റെ ഉമ്മയും ഹസനെ ഇഷ്ടപ്പെടുന്നുണ്ട്. വയുഫ്രിഹാനി അവർ രണ്ടാളും സന്തോഷിക്കുന്നു. എഫ്രഹാനി അവർ രണ്ടാളും എന്ത് ചെയ്യുന്നു, സന്തോഷിക്കുകയും ചെയ്യുന്നു. ബി റിഫാഖത്തിഹി അവനുമായിട്ടുള്ള ഈ ചങ്ങാത്തത്തിൽ. എന്താ ചങ്ങാത്തം എന്ന് പറഞ്ഞാൽ കൂട്ടുകൂടൽ, ഫ്രണ്ട്ഷിപ്പ്. നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്. എഫ്രഹാനി എൻ്റെ ഉമ്മയും ഉപ്പയും അവർ രണ്ടാളും സന്തോഷിക്കുന്നു. ബി റിഫാഖത്തിഹി ഹസനുമായിട്ടുള്ള എൻ്റെ ഈ ഫ്രണ്ട്ഷിപ്പിൽ അവർ സന്തോഷിക്കുന്നു. ലിഅന്നഹു കാരണം ലിഅന്നഹു നിശ്ചയം കാരണം എന്താ, ഹസന് വലതുൻ ഒരു കുട്ടിയാണ്. ലൈസഫി ഷെറുൻ അവനിൽ ഒരു ഷെറുമില്ല. ലൈസഫിഹി ഹസനിലില്ല ഷെറുൻ ഒരു ഷെറുമില്ല. വയുഹിബുനി മാത്രമല്ല വയുഹിബുനി എന്നെയും ഇഷ്ടപ്പെടുന്നു. അബു ഹസൻ്റെ ഉപ്പാക്ക് എന്നെയും ഭയങ്കര ഇഷ്ടമാണ്. വയറ അദ്ദേഹം കാണുന്നു നീ എന്നെ വലതി അദ്ദേഹത്തിൻ്റെ മോനെ പോലെ തന്നെയാണ് എന്നെയും അദ്ദേഹം എന്തായാളുള്ളത് കാണാറുള്ളത്. അപ്പം അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമാണ്. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഹസനെയും വല്ലാത്ത ഇഷ്ടമാണ്. അപ്പോൾ 4 കൂട്ടുകാരാണുള്ളത്. അപ്പോൾ അതിൽ ഒരു കൂട്ടുകാരനെ കുറിച്ചാണ് ഇപ്പോൾ എന്താ ഇത്രയും നമ്മൾ വിശദീകരിച്ച് കേട്ടത്. അപ്പോൾ നല്ലൊരു കുട്ടിയാണ് ആര്, ഹസന്. അതിന് കാരണം എന്താ, ഒന്ന് ഓൻ നുണ പറയില്ല, 2 ഓൻ മറ്റുള്ളവർ ദേഷ്യം പിടിക്കൂല, പിന്നെ ഓൻ നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ്, ഓനിലൊരു ഷെറുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഈ ഹസനെ പോലത്തെ സ്വഭാവമുള്ള കുട്ടികളായിട്ട് വരൂലേ എല്ലാവരും. നമ്മൾക്ക് ചിലപ്പോൾ ദേഷ്യം വരുന്ന സംഗതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ദേഷ്യം പിടിച്ചു വെക്കണം. ആ ദേഷ്യത്തിൻ്റെ സമയത്ത് നമ്മളൊന്നും ചെയ്യരുത്. പല സന്ദർഭത്തിലും നമ്മൾ നുണ പറയും, പക്ഷേ ആ നുണകളൊക്കെ ഒഴിവാക്കണം. അടിയിട്ടിക്കോട്ടെ, പ്രശ്നമല്ല. സത്യം പറഞ്ഞാലും അടിയിട്ടിയാലും കുഴപ്പമില്ല, സത്യം പറയുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഹസൻ്റെ സ്വഭാവമുള്ള കുട്ടികളായിട്ട് നമ്മളെല്ലാ കുട്ടികളും മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ പാഠം എടുത്തത് വരെ നല്ലവണ്ണം അർത്ഥം വെച്ച് പഠിച്ച് മനസ്സിലാക്കുകയും എഴുതിയ നിങ്ങൾ ഈ പാഠം കേൾക്കുമ്പോൾ അറിയാത്ത വാക്കുകളിലൊക്കെ അർത്ഥം എഴുതിയ നോട്ടുണ്ടാവുമല്ലോ, ജമ്മു മുഫ്രദൊക്കെ എഴുതിനെ
മുത്തറാദിഫൊക്കെ എഴുതി വെച്ചാൽ നോട്ട് ഇൻഷാ അല്ലാ എഴുതി കഴിഞ്ഞിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് തരികയും ചെയ്യുക. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കുറേ വർക്കുകളുണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ, അതും എന്ത് ചെയ്യണം, മറക്കാതെ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.